എന്ത് പറ്റി? എന്തെങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇവിടെ? ഒന്നുമില്ല, വെറുതെ. എന്ത് പറ്റി? തലവേദന ഉണ്ടോ? ഇല്ല ഇല്ല. പിന്നെന്നാ? അതില്ലേ, എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ ഞാൻ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി. പക്ഷേങ്കിൽ വിചാരിച്ചത്രയൊന്നും അത് നന്നാവുന്നില്ല. എന്താ പറയുക, വല്ലാണ്ട് മുരടിച്ചെല്ലാം പോകുന്നു. അതിൽ പച്ചക്കറി ഉണ്ടായി വരുന്നു, അപ്പാടെ തന്നെ അതെല്ലാം കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനുണ്ട്. ഓ, അതിനെന്ത് വളം ഇടല് നീ? ഞാൻ കുറച്ച് രാസവളങ്ങളെല്ലാം ഉപയോഗിക്കൽ. രാസവളോ? രാസവളം ഉപയോഗിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ? അതുണ്ടാവും, പക്ഷേങ്കിൽ കുറച്ച് പച്ചക്കറിയെല്ലാം കിട്ടണമെങ്കിൽ. എന്നിട്ട് കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ? എന്നിട്ടും ഇല്ല, അതാണ് എൻ്റെ സങ്കടം. ഞാനൊരു പുതിയ പ്രോഡക്റ്റ് പറഞ്ഞുതരാം. യൂക്ക എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. എൻ്റെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, മൾട്ടി മീൽ എന്ന് പറഞ്ഞിട്ട്. അത് ഞാനിപ്പോൾ കേൾക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെ വളം ഡിപ്പോകളിലും ഇപ്പം അത് വിൽക്കുന്നുണ്ട്. ഓൺലൈനിലെല്ലാം കിട്ടുമായിരിക്കും? പിന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ അല്ലേ. എടാ, ഇത് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റുമോ? പിന്നെ ഒരുപാട് കർഷകർ ഉപയോഗിക്കുന്നത് തന്നെ ഇത് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. എടാ, രാസവളത്തിനെല്ലാം നല്ല വിലയാണ്. അപ്പോൾ ഇതിനെല്ലാം എങ്ങനെയാണ് വിലയല്ലോ? ഇത് കർഷകർക്ക് താങ്ങാൻ പറ്റുന്ന വിലയേ ഉള്ളൂ. അതേപോലെ തന്നെ 100% ഓർഗാനിക് വന്ന് പിന്നെ പക്ക റിസൾട്ട് വന്നു. ഇത് പച്ചക്കറികൾക്ക് മാത്രമേ പറ്റൂ? അല്ലല്ല, എൻ്റെ ചെടികൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുക? പിന്നെ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാം. നിനക്ക് 100% വിശ്വസിച്ച് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് വരുന്നത്? ക്വാണ്ടിറ്റി ഇപ്പം കർഷകർക്ക് എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് 50 കിലോൻ്റെതും, അതേപോലെ ഇപ്പം നിന്നെപ്പോലെ പച്ചക്കറികൾ പരിപാലിക്കുന്നവർക്ക് 1 കിലോൻ്റെതും 5 കിലോൻ്റെതും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ അമ്മയോട് പറഞ്ഞ് വാങ്ങിക്കില്ലേ? പിന്നെന്താ, ഉറപ്പല്ലേ, ഇന്ന് തന്നെ വാങ്ങണം. ബെല്ലടിച്ച് നിങ്ങളിവിടെ പുരാണം പറഞ്ഞിരിക്കലാ, വേഗം വാ. പിന്നെ നമുക്ക് പോവാ, ബെല്ലടിച്ചു. കൈതോലക്കുരുവിയതൊന്ന്, കൈതപ്പൂങ്കിളി മകളൊന്ന്.